അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ വടക്കും തെക്കുമായി വിഭജിക്കുന്ന വിവാദപരമായ കുടിയേറ്റ പദ്ധതിയുമായി ഇസ്രയേൽ സർക്കാർ മുന്നോട്ട്. ജെറുസലേമിന് സമീപമുള്ള E1 മേഖലയിൽ 1200-ലധികം പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനായി ഇസ്രയേൽ ഭവന മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു. ഈ നീക്കം വെസ്റ്റ് ബാങ്കിനെ വടക്കും തെക്കുമായി പൂർണ്ണമായി വിഭജിക്കും. പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്ന സാധ്യതയെ പദ്ധതി ഗുരുതരമായി ബാധിക്കും. പ്രദേശത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കിഴക്കൻ ജെറുസലേമിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ ഇത് കാരണമാകും. ഇസ്രയേലിന്റെ ഈ ഏകപക്ഷീയമായ നീക്കത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കാനഡ എന്നീ രാജ്യങ്ങൾ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തി. പദ്ധതി ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരു രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് പതിറ്റാണ്ടുകളായി E1 മേഖലയിലെ നിർമ്മാണ പദ്ധതികളിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. ആകെ അനുമതി ലഭിച്ച 3401 ഭവന യൂണിറ്റുകളിൽ ആദ്യഘട്ടമായാണ് 1234 വീടുകൾ നിർമ്മിക്കാനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ഇസ്രയേൽ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ സർക്കാരിന് റദ്ദാക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ഉറപ്പിക്കാനാണ് നെതന്യാഹു ഭരണകൂടത്തിന്റെ ശ്രമം.